ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ കാതായും പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ കാതായും പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം തീർത്തിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52 സങ്കീർത്തനം 1 വാക്യം. വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ചിലർ തങ്ങളുടെ ശക്തി, പണം, സ്ഥാനമൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. അവർ ചെയ്ത തെറ്റുകൾ പോലും നേട്ടമായി കാണുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു, ദോഷത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? കള്ളം പറഞ്ഞ് ജയിച്ചാലും അത് സ്ഥിരമല്ല. അനീതിയിലൂടെ ഉയർച്ച പ്രാപിച്ചാലും അത് നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ പ്രശംസ കിട്ടി ജീവിച്ചാലും ദൈവത്തിൻ്റെ വിധി ഒഴിവാകുകയില്ല. പാപത്തിൽ ഒരിക്കലും മഹത്വമില്ല. ദൈവത്തിൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നതാണ്. മനുഷ്യൻ്റെ ശക്തി താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ ദയ നിത്യവുമാണ്. മനുഷ്യൻ മാറാം, സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം, ലോകം തന്നെ മാറിപ്പോകാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒരിക്കലും മാറുകയില്ല. അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദയ പുതിയ പ്രഭാതം പോലെ ഓരോ ദിവസവും പുതുക്കപ്പെടുന്നു. ദോഷപ്രവൃത്തികളിലൂടെ താൽക്കാലിക വിജയം ലഭിച്ചു എന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ദയ നിത്യവിജയം നൽകുന്നതാണ്. നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? പണത്തിലാണോ? സ്ഥാനമാനങ്ങളിലാണോ? സ്വന്തം കഴിവിലാണോ? ഈ ആശ്രയങ്ങളെല്ലാം മാറിപ്പോകാം. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം എന്നും നിലനിൽക്കുന്നതാണ്. പ്രിയരെ, നന്മയിൽ നിലനിൽക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. ദൈവത്തിൻ്റെ ദയയിൽ പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മൾ ദോഷം പ്രവർത്തിച്ചാൽ തെറ്റുതിരുത്തി മടങ്ങി വരാം. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനത്തിലേക്കെത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദോഷത്തിൽ അഭിമാനിക്കാതെ നിന്റെ ദയയിൽ ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.